ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തീറ്റ പ്രാന്തന്മാരുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കക്കപ്പ ഉപയോഗിച്ച് പുഴുക്കാണ്. അതിനായിട്ട് ഉണക്കക്കപ്പ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. അതൊരു 5 മണിക്കൂർ കുതിർത്തി എടുത്ത് വെച്ചതാണ്. അത് നന്നായിട്ട് കഴുകി എടുത്തതാണ്. ഇതുപോലെ ആണ് ഉണക്കക്കപ്പ ഇരിക്കുന്നത്. അത് നമ്മൾ വെള്ളത്തിൽ കുതിർന്ന് കഴിയുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഒടിച്ച് കിട്ടും. അങ്ങനെ ഇതിങ്ങനെ ഒടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അത് നമ്മൾ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് വേവിച്ചെടുക്കാം ആദ്യം തന്നെ. അപ്പോൾ നമ്മളിത് സ്റ്റൗ കത്തിച്ച് അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മീതെ വെള്ളം കിടക്കണം. ഇപ്പോൾ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഇത് കഴിച്ച് നോക്കുമ്പോൾ കയ്പുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് ഊറ്റിക്കളയാം. ഇതിന് കയ്പൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഊറ്റുന്നില്ല. അല്ലെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് ഊറ്റി കളയാനുള്ളതാണ് ഈ വെള്ളം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്കുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഇവിടെ ഒരു ഫുൾ തേങ്ങയുടെ 1/4 ഭാഗത്തോളം ചിരണ്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അവരവരുടെ എരിവിനനുസരിച്ച് കാന്താരിമുളക് അല്ലെങ്കിൽ പച്ചമുളക് എടുക്കുക. ഞാനിവിടെ കുറച്ച് കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 2-3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് വേവുമ്പോഴത്തേക്കും ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, കപ്പ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളതിനകത്ത് ഉപ്പ് ചേർത്തിരുന്നു. അത് പറയാൻ വിട്ടുപോയിരുന്നു. അതുപോലെ തേങ്ങ ചതച്ച് വെച്ചതിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന ആ അരപ്പും കൂടി ഇട്ട് ആ അരപ്പൊന്നിൻ്റെ ആ പച്ചച്ചവയൊന്ന് മാറുന്നത് വരെ ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് കുറച്ചൊന്ന് കഴുകി ഒഴിക്കാം. അപ്പോൾ ആ അരപ്പ് വെന്തും കിട്ടിക്കോളും. അതിൻ്റെ പച്ചമണവും മാറും. ഇനി നമുക്കിതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ആ തേങ്ങയും കപ്പയും കൂടി ഉള്ളിയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ കടുക് വറുത്ത് കൊടുക്കാം. ഞാൻ കടുക് വറുത്ത് എടുക്കുന്നില്ല. ഞാൻ വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് എടുക്കുന്നതേ ഉള്ളൂ. നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉണക്കക്കപ്പ കൊണ്ടുള്ള പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഉണക്കമീൻ ചമ്മന്തിയാണ്. ഈ ഉണക്കമീൻ ചമ്മന്തിയുടെ റെസിപ്പി മറ്റൊരു എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണുക. അപ്പോൾ ഈ കപ്പയുടെ കൂടെ ഈ ഉണക്കമീൻ ചമ്മന്തി കൂട്ടി കപ്പ പുഴുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. വീണ്ടും നല്ലൊരു വിഭവമായി നമുക്ക് കാണാം. അതുവരെ ബൈ.